പരീക്ഷിത്ത് മഹാരാജാവ് ഒരു നാൾ നായാട്ടിനായി വനത്തിലേക്ക് പോയി. അദ്ദേഹം ഒരു മാനിനെ അമ്പെയ്തു. അമ്പെയ്റ്റെങ്കിലും മാൻ പ്രാണവേദനയോടെ ഓടിമറിഞ്ഞു. മാനിൻ്റെ പിന്നാലെ പരീക്ഷിത്ത് ഓടി. പക്ഷേ മാനിനെ ഒരിടത്തും അദ്ദേഹത്തിന് കണ്ടെത്താനായില്ല. വിശന്നു വലഞ്ഞ് വഴിയറിയാതെ കാട്ടിൽ അലഞ്ഞു നടക്കുമ്പോൾ പരീക്ഷിത്ത് തപസ്സനുഷ്ഠിക്കുന്ന ഒരു മഹർഷിയെ കണ്ടു. അദ്ദേഹം മഹർഷിയുടെ മുന്നിലെത്തി വിനയത്തോടെ ചോദിച്ചു, അമ്പേറ്റു പായുന്ന ഒരു മാനിനെ കണ്ടോ ഭവാൻ? മഹർഷി മിണ്ടിയില്ല, മുഖമുയർത്തി നോക്കിയത് പോലുമില്ല. പരീക്ഷിത്ത് വീണ്ടും ചോദിച്ചു, മഹർഷേ, അമ്പേറ്റ ഒരു മാൻ ഇതുവഴി പോകുന്നത് അവിടുന്ന് കണ്ടോ? അപ്പോഴും മഹർഷി ശബ്ദിച്ചില്ല. പരീക്ഷിത്തിന് ദേഷ്യം വന്നു. അയാളുടെ ശബ്ദമുയർന്നു. വാക്കുകളുടെ മാർദ്ദവം നഷ്ടപ്പെട്ടു. ഏയ് താടിക്കാരാ, തന്നോടാ ചോദിക്കുന്നത്, മര്യാദയ്ക്ക് മറുപടി പറയേ, അല്ലെങ്കിൽ ഈ ധിക്കാരം ഇപ്പോൾ അവസാനിപ്പിക്കും ഞാൻ. പറയടോ കിഴവാ, താൻ കണ്ടോ ഒരു മാൻ ഇതുവഴി ഓടുന്നത്? മഹർഷി അനങ്ങിയില്ല. പരീക്ഷിത്തിന് രോഷമടക്കാനായില്ല. കള്ളക്കിഴവാ, പരീക്ഷിത്ത് മഹാരാജാവാണ് ഞാൻ. എന്നെ അപമാനിച്ചാൽ കാലങ്ങളോളം തനിക്ക് ദുഃഖിക്കേണ്ടി വരും. മര്യാദയ്ക്ക് എൻ്റെ ചോദ്യത്തിന് ഉത്തരം താ, അല്ലെങ്കിൽ... മഹർഷി ഒരക്ഷരം പോലും മിണ്ടിയില്ല. പരീക്ഷിത്ത് പല്ലുകൾ ഞെരിച്ചുകൊണ്ട് ചുറ്റും നോക്കി. അല്പമകലെ ഒരു പാമ്പ് ചത്തുകിടക്കുന്നത് അയാൾ കണ്ടു. പരീക്ഷിത്ത് അമ്പുകൊണ്ട് ചത്ത പാമ്പിനെ തോണ്ടിയെടുത്തു. പിന്നെ അതിനെ മഹർഷിയുടെ കഴുത്തിലേക്കിട്ടു. ശാപവാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് പരീക്ഷിത്ത് ഹസ്തിനപുരത്തിലേക്ക് മടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ മഹർഷിയുടെ പുത്രനായ ശൃംഗി ആ വഴി വന്നു. അച്ഛൻ്റെ കഴുത്തിൽ കിടക്കുന്ന ചത്ത പാമ്പിനെ കണ്ട് ശൃംഗി നടുങ്ങി. ജ്ഞാനദൃഷ്ടി കൊണ്ട് നടന്നതൊക്കെ ശൃംഗി മനസ്സിലാക്കി. അയാൾക്ക് കോപമടക്കാനായില്ല. മനമുരുകി ശൃംഗി പരീക്ഷിത്തിനെ ശപിച്ചു. നിർദോഷിയായ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ അണിയിച്ച ദുഷ്ടനായ പരീക്ഷിത്തിനെ 7 ദിവസത്തിനുള്ളിൽ തക്ഷകൻ എന്ന വിഷസർപ്പം കടിച്ചു കൊല്ലട്ടെ. ശൃംഗിയുടെ ശാപം കേട്ടപ്പോൾ മഹർഷി നടുങ്ങിപ്പോയി. മൗനവ്രതം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശൃംഗി, എന്താണിത്? നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഹസ്തിനപുരത്തിലെ രാജാവിനെയാണ് നീ ശപിച്ചിരിക്കുന്നത്. ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും കുട്ടി. രാജ്യം അനാഥമാവും. നാടും കാടും ഒരുപോലെ ദുഃഖിക്കും. ഈ ശാപത്തിൽ നിന്നും മഹാരാജാവിനെ രക്ഷിക്കാൻ നമ്മൾ ഉടനെ എന്തെങ്കിലും ചെയ്തേ തീരൂ. ശൃംഗിയുടെ കോപമടങ്ങി. വിവശനായി അയാൾ പറഞ്ഞു, ക്ഷമിക്കൂ അച്ഛാ, ഒരു നിമിഷ നേരത്തേക്ക് എനിക്ക് വിവേകം നഷ്ടപ്പെട്ടു പോയി. ദൈവമേ, ഞാൻ എന്താണ് ഈ ചെയ്തത്? ശാപം തിരിച്ചെടുക്കാനാവില്ല. നമ്മളിനി എന്തു ചെയ്യും? മഹർഷി ദീർഘമായി നിശ്ചസിച്ചു. നടന്നത് നടന്നു, ഇനി പരിതപിച്ചിട്ട് കാര്യമില്ല. എന്നാലും ഈ ശാപത്തിൻ്റെ കാര്യം നമ്മൾ മഹാരാജാവിനെ അറിയിക്കണം. അദ്ദേഹം വേണ്ടത് ചെയ്തോട്ടെ. മഹർഷി ഗൗരമുഖൻ എന്ന ശിഷ്യനെ ഹസ്തിനപുരത്തിലേക്ക് അയച്ചു. ഗൗരമുഖൻ എല്ലാ വിവരങ്ങളും പരീക്ഷിത്തിനെ അറിയിച്ചു. പരീക്ഷിത്ത് ഭയന്ന് വിറച്ചു. തക്ഷകൻ എന്ന വിഷസർപ്പം ശൃംഗിയുടെ ശാപത്തെക്കുറിച്ചറിഞ്ഞു. അടക്കാനാവാത്ത ആഹ്ലാദത്തോടെ തക്ഷകൻ ഹസ്തിനപുരിയിലേക്ക് യാത്ര തിരിച്ചു. ഇതിനിടെ പരീക്ഷിത്ത് സ്വയം രക്ഷയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞിരുന്നു. രാജധാനിയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി. രാത്രിയും പകലും പടയാളികൾ കൊട്ടാരത്തിന് ചുറ്റും കാവൽ നിന്നു. സന്ദർശകരെ നിയന്ത്രിച്ചു. മുഖം കാണിക്കാൻ വരുന്നവരെ 7 ദിവസത്തേക്ക് കൊട്ടാരത്തിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കരുതെന്ന് സേനാനായകനും കൽപ്പന കൊടുത്തു. പള്ളിയറയിലും കാവൽക്കാർ നിരന്നു. പ്രഗത്ഭരായ വിഷഹാരികളെ തേടി രാജഭടന്മാർ നെട്ടോട്ടമോടി. സർപ്പദംശനത്തിൽ നിന്ന് രാജാവിനെ രക്ഷിക്കുന്നവർക്ക് കണക്കില്ലാത്ത പൊന്നും പണവും നൽകുമെന്നറിയിച്ചുകൊണ്ടുള്ള വിളംബരം വന്നു. ബ്രഹ്മർഷിയായ കാശ്യപൻ ഈ വിളംബരം കേട്ടു. ഏതു വിധത്തിലും പരീക്ഷിത്തിനെ രക്ഷിക്കണമെന്നുറപ്പിച്ചുകൊണ്ട് കാശ്യപൻ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചു. വഴിമധ്യേ അദ്ദേഹം തക്ഷകനെ കണ്ടു. തക്ഷകൻ അപ്പോൾ ഒരു ബ്രാഹ്മണൻ്റെ വേഷത്തിലായിരുന്നു. കാശ്യപനോട് തക്ഷകൻ ചോദിച്ചു, അവിടുന്ന് ഇത്ര തിരക്കത്തിൽ എങ്ങോട്ടാണ് പോകുന്നത്? കാശ്യപൻ പറഞ്ഞു, ഞാൻ ഹസ്തിനപുരത്തിലേക്ക് പോവുകയാണ്, പരീക്ഷിത്ത് മഹാരാജാവിനെ മുഖം കാണിക്കാൻ. പ്രത്യേകിച്ചെന്തെങ്കിലും? മഹാരാജാവിന് ശൃംഗിയുടെ ശാപം കിട്ടിയ വിവരം നിങ്ങൾ അറിഞ്ഞില്ലേ? ശാപമോ? എന്ത് ശാപം? കശ്യപൻ ആ കഥ വിസ്തരിച്ചു പറഞ്ഞു. പിന്നെ കൂട്ടിച്ചേർത്തു, മഹാരാജാവിനെ രക്ഷിക്കാനാണ് ഞാൻ ഹസ്തിനപുരത്തിലേക്ക് പോകുന്നത്. തക്ഷകൻ ചിരിച്ചു. ഈ യാത്ര വെറുതെയാവും.
തക്ഷകൻ കഴിച്ച ഒരാളെ രക്ഷിക്കാൻ അവിടത്തേക്ക് കഴിയില്ല. നേർത്ത ചിരിയോടെ കാശ്യപൻ പറഞ്ഞു, അങ്ങേക്കെന്നെ മനസ്സിലായിട്ടില്ല. ബ്രഹ്മർഷിയായ കാശ്യപനാണ് ഞാൻ. എൻ്റെ തപശക്തിക്ക് മുന്നിൽ ഏത് വിഷസർപ്പവും നിഷ്പ്രഭമാവും. പിന്നെയാണോ തക്ഷകൻ? അമിതമായ ആത്മവിശ്വാസം വേണ്ട. ഉഗ്രവിഷമുള്ള സർപ്പമാണ് തക്ഷകൻ. ആ സർപ്പം ഒന്ന് ഊതിയാൽ മതി, പരീക്ഷിത്ത് രാജാവ് ഉടൻ പിടഞ്ഞു മരിക്കും. വെട്ടിത്തം കാട്ടി രാജസഭയിൽ അപഹാസ്യനാവണ്ട, തിരിച്ചു പോകൂ. കശ്യപൻ രോഷത്തോടെ ചോദിച്ചു, അത് പറയാൻ നീയാരാ? പൊടുന്നനെ തക്ഷകൻ യഥാർത്ഥ രൂപത്തിൽ കശ്യപൻ്റെ മുന്നിൽ വന്നു. കാശ്യപൻ ഒരു നിമിഷം സ്തബ്ധനായി. അദ്ദേഹം അടക്കിയ സ്വരത്തിൽ പറഞ്ഞു, മകനെ, നീ തിരിച്ചു പോണം. ധർമ്മിഷ്ഠനായ രാജാവാണ് പരീക്ഷിത്ത്. ഒരു കാരണവശാലും അദ്ദേഹത്തെ ദ്രോഹിക്കരുത്. തക്ഷകൻ വിനയത്തോടെ പറഞ്ഞു, എന്നെ തടയരുത് പ്രഭോ. അവിടുത്തെ പോലെ തന്നെ ശക്തനാണ് അവിടുത്തെ പുത്രനും. നമ്മൾ തമ്മിൽ ഒരു ബലപരീക്ഷണം വേണ്ട. എൻ്റെ പ്രഭാവം നേരിൽ കാണണമെന്നില്ല അവിടത്തേക്ക്. കണ്ടോളൂ. തക്ഷകൻ അടുത്തുണ്ടായിരുന്ന ഒരു ആൽമരത്തിൽ ആഞ്ഞു കുത്തി. വിഷം മരത്തിലേക്ക് പടർന്നു. ഇലകൾ കൊഴിഞ്ഞു, കമ്പുകൾ അടർന്നു, മരം ഉണങ്ങി. കാശ്യപൻ ഒട്ടും വൈകിയില്ല. അദ്ദേഹം കമണ്ടലുവിൽ നിന്ന് ജലം കൈക്കുമ്പിളിലേക്ക് ഒഴിച്ചു. പിന്നെ കുറച്ചു നേരം കണ്ണടച്ചു നിന്നു. തക്ഷകൻ ആകാംക്ഷയോടെ കാശ്യപനെ നോക്കി നിന്നു. കാശ്യപൻ കണ്ണുകൾ തുറന്നു. കൈക്കുമ്പിളിലെ ജലം അദ്ദേഹം ആൽമരത്തിൻ്റെ ചോട്ടിലൊഴിച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞു. ഒരു മഹാത്ഭുതം അവിടെ സംഭവിച്ചു. ഉണങ്ങിയ മരം വീണ്ടും തളർത്തു. കാശ്യപനെ അവഗണിക്കാനാവില്ലെന്ന് തക്ഷകന് മനസ്സിലായി. തക്ഷകൻ പറഞ്ഞു, ശൃംഗിയുടെ ശാപം ഫലിക്കാതിരിക്കില്ല. പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസത്തിനുള്ളിൽ എൻ്റെ ദംശനമേറ്റ് കൊല്ലപ്പെട്ടേ തീരൂ. അതൊരു നിയോഗമാണ്, മാറ്റമില്ലാത്ത വിധി. വിധി തിരുത്തരുത്. കാലത്തിൻ്റെ സന്തുലിതാവസ്ഥ തകർക്കരുത്. പരീക്ഷിത്തിനെ രക്ഷിച്ചതുകൊണ്ട് അങ്ങേക്ക് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. കാശ്യപൻ ശാന്തതയോടെ പറഞ്ഞു, നേടാനുണ്ട്. ഞാൻ ചോദിക്കുന്നത് എന്തും മഹാരാജാവ് നൽകും. എനിക്ക് പണം വേണം തക്ഷക. തക്ഷകൻ അത്ഭുതത്തോടെ ചോദിച്ചു, പണമോ? സർവസംഖ്യ പരിത്യാഗിയായ അവിടത്തേക്ക് എന്തിനാണ് പണം? സുഖജീവിതം നയിക്കാനല്ല മകനെ. ആശ്രമത്തിൽ വരുന്ന അതിഥികൾക്ക് ആഹാരം കൊടുക്കണ്ടേ? ഗുരുകുലവാസം ചെയ്യുന്ന ശിഷ്യന്മാരെ സംരക്ഷിക്കണ്ടേ? അതുപോലെ സാധുക്കളെയും സഹായിക്കണം. അത്രയും പണം ഞാൻ അച്ഛന് നൽകിയാലോ? കാശ്യപൻ ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. തക്ഷകൻ പറഞ്ഞു, കൂടുതലൊന്നും ആലോചിക്കണ്ട. ദയവായി തിരിച്ചു പോകൂ. അച്ഛന് ആവശ്യമുള്ളത്ര പണം ഞാൻ തരാം. കശ്യപൻ ആലോചിക്കുകയായിരുന്നു. കദ്രുവിൻ്റെ ശാപം ഫലിക്കണം. സർപ്പസത്രം നടക്കണം. ആസ്തികൻ്റെ ജനനോദ്ദേശവും സഫലമാവണം. അതിന് പരീക്ഷിത്ത് മഹാരാജാവ് ഇവൻ്റെ ദംശനമേറ്റ് കൊല്ലപ്പെട്ടേ തീരൂ. കശ്യപൻ പിന്നെ മറുത്തൊന്നും പറഞ്ഞില്ല. ചോദിച്ചത്രയും പൊന്നും പണവും നൽകി തക്ഷകൻ കശ്യപനെ യാത്രയാക്കി. തക്ഷകൻ ഹസ്തിനപുരത്തിലെത്തി. അവിടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ കണ്ട് അവൻ അമ്പരന്ന് പോയി. പരീക്ഷിത്ത് മഹാരാജാവ് കൊട്ടാരത്തിനുള്ളിലല്ല താമസിക്കുന്നതെന്ന് തക്ഷകൻ അന്വേഷിച്ചറിഞ്ഞു. പരീക്ഷിത്ത് ഗംഗാനദിയുടെ മധ്യത്തിൽ താൽക്കാലികമായൊരു സ്തംഭം പണികഴിപ്പിച്ചിരുന്നു. സ്തംഭത്തിന് മധ്യത്തിൽ ഒരു മന്ദിരം. ഉറുമ്പിന് പോലും അകത്ത് കയറാനാവാത്ത വിധത്തിൽ ഭദ്രമായിരുന്നു ആ മന്ദിരം. മന്ദിരത്തിന് ഒരേ ഒരു വാതിൽ. ചുറ്റും ആയുധമേന്തിയ കാവൽക്കാർ. മന്ദിരത്തിനുള്ളിൽ നാനാദേശത്തു നിന്നും വന്ന വിഷഹാരികൾ. മുഴങ്ങുന്ന മന്ത്രധ്വനികൾ. മൃത്യുഞ്ജയഹോമം നടത്തുന്ന പുരോഹിതന്മാർ, മഹർഷി ശ്രേഷ്ഠന്മാർ. അവർക്കിടയിൽ ധ്യാനനിരതനായി പരീക്ഷിത്ത് മഹാരാജാവ്. തക്ഷകൻ തൻ്റെ അനുജന്മാരെ വിളിച്ചു വരുത്തി. അവരോട് അവൻ പറഞ്ഞു, സ്വന്തം രൂപത്തിൽ എനിക്ക് ഗംഗയുടെ മധ്യത്തിൽ പണി തീർത്തിട്ടുള്ള മന്ദിരത്തിൽ കടക്കാനാവില്ല. അതിന് നിങ്ങളുടെ സഹായം വേണം. ഞങ്ങളെന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെല്ലാവരും ബ്രാഹ്മണ രൂപം ധരിക്കണം. താലത്തിൽ അതിവിശിഷ്ടമായ മാതളപ്പഴങ്ങളുമായി രാജാവിനെ മുഖം കാണിക്കണം. ബ്രാഹ്മണർക്ക് മന്ദിരത്തിൽ കടക്കാൻ പ്രയാസമുണ്ടാവില്ല. മാതളപ്പഴത്തിൽ ഒരു പുഴുവിൻ്റെ രൂപം ധരിച്ച് ഞാൻ ഒളിച്ചിരിക്കും. ബാക്കിയെല്ലാം എനിക്ക് വിട്ടു തന്നേക്കൂ. തക്ഷകൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. മാതളപ്പഴങ്ങളുമായി എത്തിയ ബ്രാഹ്മണരെ പരീക്ഷിത്ത് മന്ദിരത്തിനുള്ളിലേക്ക് ആനയിച്ചു. 7-ാം ദിവസം അവസാനിക്കാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. സൂര്യൻ പടിഞ്ഞാറ് ചായുന്നത് നോക്കി ഇമകൾ പോലും അനക്കാതെ നിശ്ചലനായി സിംഹാസനത്തിലിരുന്നിരുന്ന പരീക്ഷിത്ത് പൊടുന്നനെയാണ് ബ്രാഹ്മണരുടെ പക്കലുണ്ടായിരുന്ന മാതളപ്പഴങ്ങൾ കണ്ടത്. കൊതിയോടെ അദ്ദേഹം ഒരു പഴം കയ്യിലെടുത്തു. പിന്നെ ശാന്തതയോടെ പറഞ്ഞു, പാരണ വീടുമ്പോൾ ഈ പഴം ഭക്ഷിക്കാം. മഹർഷിമാർ തലയാട്ടി. പരീക്ഷിത്ത് മാതളപ്പഴം പീഠത്തിൽ വച്ചു. അതിൽ ചെറിയൊരു പുഴുവിരിക്കുന്നത് അദ്ദേഹം കണ്ടു. നേർത്ത ചിരിയോടെ പരീക്ഷിത്ത് തുടർന്നു, ഈ പുഴുവിന് ഞാൻ തക്ഷകൻ എന്ന് പേരിടുന്നു. ഇതിനെ ശരീരത്തിലൊന്ന് മുട്ടിച്ചാൽ ശൃംഗിയുടെ ശാപവും ഫലിച്ചതുപോലെയാവും. ശാപത്തിൻ്റെ സമയം കഴിഞ്ഞുവെന്ന വിശ്വാസത്തോടെ പരീക്ഷിത്ത് പുഴുവിനെ കയ്യിലെടുത്തു. പിന്നെ തക്ഷകൻ എന്ന് 3 വട്ടം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ പുഴുവിനെ കഴുത്തിൽ ചേർത്ത് വച്ചു. പെട്ടെന്ന് പുഴുവൊന്ന് അനങ്ങി. അത് തക്ഷകനായി മാറി. പിന്നെയുണ്ടായതെല്ലാം കണ്ണടച്ച് തുറക്കുന്നതിനേക്കാൾ വേഗത്തിലാണ്. തക്ഷകൻ്റെ കടിയേറ്റ് പരീക്ഷിത്ത് കൊല്ലപ്പെട്ടു.
ശൃംഗിയുടെ ശാപം ഫലിച്ചു. പിതാവിൻ്റെ മരണം മകനായ ജനമേജയന് കാണാനായില്ല. അയാൾ മഹർഷിമാരെ യാത്രയയക്കാൻ വേണ്ടി പുറത്തു പോയിരിക്കുകയായിരുന്നു.